നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെക്കാൾ വലിയ സംഭവങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുന്ന പലരെക്കാളും അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ബിസിനസ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ക്ഷമയോടെ സഹിഷ്ണുതയോടെ നിങ്ങൾ ശ്രമിച്ച് അവർക്ക് ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഈഗോയുടെ ഉടുപ്പ് ഊരി വെച്ച് ക്ഷിപ്രകോപത്തിന്റെ ഉടുപ്പ് ഊരി വെച്ച് ഈ ബിസിനസ്സിനകത്തോട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങാൻ തയ്യാറാവും. പല ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ഒക്കെ അവരുടെ പ്രൊഫഷനേക്കാൾ കൂടുതൽ സമയം മൈലേജ് സ്റ്റൈലിന് കൊടുത്ത് ഇങ്ങനെയാണ്. നിങ്ങളും നിങ്ങൾക്ക് ശേഷം വരുന്നവരും ഒക്കെ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ അച്ചീവർ ആകുന്നതിന് മുമ്പിൽ നമുക്ക് മുമ്പേ പോയ ആൾക്കാരുടെ ലക്ഷ്യബോധം, കഠിനാധ്വാനം, ക്ഷമ, സഹനശക്തി ഇതൊക്കെ ഉണ്ട്. ഇത് നമുക്കും ഉണ്ടെങ്കിൽ ഒരു ഒന്നാന്തരം തലമുറ നമുക്കുണ്ടാവും. യെസ്. ആ തലമുറയാണ് ഈ ബിസിനസ് നമ്മളെ വിജയിപ്പിക്കുന്നത്. പുറകെ നടക്കണം, ഒരു നാണമില്ല, ഒരു മടിയില്ലാണ്ട്. നിങ്ങളെ വെറുത്ത് അവസാനമാവും നിങ്ങളുടെ വഴിക്ക് വരും. വെറുപ്പിന്റെ അവസാനം വരെ അവനെ പിന്തുടരാനുള്ള മനസ്സ് മാത്രം നിങ്ങൾക്കുണ്ടായാൽ മതി. ഇനി ചിലരിപ്പോ ഈ ഹോളില് ഗസറ്റ് റാങ്ക് റിട്ടയർ ആയവരോ നാട്ടിൽ ഏറ്റവും നല്ല സമ്പന്നരായവരൊക്കെ ഇരിപ്പുണ്ടാവും, എനിക്കറിയില്ല ആരൊക്കെയാണ്. അവർക്കൊക്കെ തോന്നും ഇങ്ങനെ ആളുകളുടെ പുറകെ ആത്മാഭിമാനം പണയം വെച്ച് നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ദൈവികമായ ചുമതല, ദൈവികമായ റിസൾട്ട് എന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ബിസിനസ് നിർത്താൻ തീരുമാനിച്ച 100 ഘട്ടങ്ങളെ അതിജീവിച്ച് എങ്ങനെയൊക്കെയോ അതിജീവിച്ചോട്ടോ ഇവിടെ എത്തിയത് കൊണ്ട് ഇന്ന് 10,000-കണക്കിന് കുടുംബങ്ങളിൽ സന്തോഷം അലയടിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ദുരഭിമാനമൊന്നും എനിക്കുണ്ടായിട്ട് ഒരു കാര്യം, അതിനേക്കാൾ വലിയ ജാട സെറ്റപ്പ് ഒന്നും എനിക്ക് വേണ്ട. ആ രീതിയിലോട്ട് നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ മനസ്സ് ജീവിക്കുകയും അവരുടെ പ്രാർത്ഥനയെ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ എന്ത് സമ്പന്നത ലോകത്തുള്ള. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ പുറത്ത് ആളുകൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ സാമൂഹ്യ ജീവിയാകുന്ന. അല്ലെ എന്ത് സാമൂഹ്യ ജീവിയാ? എന്തെങ്കിലും സാമൂഹ്യ ജീവിയാണോ? ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു അവസരമായത്. അതിനുവേണ്ടി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് താന്നാലും ഒന്ന് ഒതുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ആളുകളെ സീരിയസ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റണം.